മന്ത്രി സജി ചെറിയാൻ എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നു. തത്സമയം. CFT സ്വിഫ്റ്റും CMFRI NFDB ഇവരുമായി ചേർന്ന് തീരദേശ സംരംഭകരെയും SC/ST വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി സീവീഡ് ഫാർമേഴ്സ് മീറ്റ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ഇന്ത്യയുടെ സീവീഡ് റോഡ് മാപ്പ് 2030 രാജ്യത്തിൻ്റെ കടൽ പായൽ മേഖലയ്ക്ക് ദിശാബോധം നൽകുന്ന ശാസ്ത്രീയ നയരേഖയായിരിക്കും. ഇത് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ഇന്ത്യയുടെ ബ്ലൂ എക്കോണമി മിഷനുമായും ചേർന്ന് രൂപപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറും അടക്കമുള്ള പ്രമുഖരെല്ലാം ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അവർ തന്നെ പറയും. ഇതിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രമുഖരായ 50ഓളം ശാസ്ത്രജ്ഞർ അടക്കമുള്ളവർ ഈ സിമ്പോസിയത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലും കേരളത്തിലുമുള്ള പ്രമുഖരിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും സമ്പദ്ഘടനയിൽ വലിയ തരത്തിലുള്ള ഒരു ഗുണം ഉണ്ടാകുമെന്നതാണ് ഈ സിമ്പോസിയത്തിൻ്റെ തുടർച്ചയായി നമ്മൾ നടത്താൻ പോകുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായി അടുത്ത ബഡ്ജറ്റിൽ സീവീഡുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി കേരളം മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം പ്ലാനിംഗ് ബോർഡിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വളരെ ചെറുതാണ്. ആകെ നമുക്ക് ലഭിക്കാവുന്നതിൻ്റെ 1% മാത്രമാണ് ലഭിക്കുന്നത്. 2023 ഇന്ത്യയിലെ കടൽപ്പായൽ ഉൽപ്പാദനം 33,345 ടണ്ണാണ്. 200 കോടി, $24 മില്യൺ ആയിരുന്നു. ഇത് ആഗോള ഉൽപ്പാദനത്തിൻ്റെ 1% താഴെ മാത്രമാണ്. രാജ്യത്ത് തന്നെ 10,000 കിലോമീറ്റർ തീരപ്രദേശമുള്ള ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും കടൽപ്പായൽ കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെയും വലിയ സാധ്യതയാണ് നമുക്കുള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 600 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കേരളത്തിൻ്റെ കടലോര മേഖലയിൽ നമുക്ക് തീർച്ചയായിട്ടും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് വഴിയായിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റം കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അടുത്ത വർഷം നമ്മുടെ പദ്ധതി ആരംഭിച്ച് വലിയ തരത്തിൽ ഒരു മുന്നേറ്റം കേരളത്തിൽ സൃഷ്ടിക്കുകയും അതുവഴി ഒരു സുസ്ഥിരമായ ഒരു വികസന തന്ത്രം ഈ മേഖലയിൽ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടാണ് ഈ സിമ്പോസിയം മാർച്ച് മാസത്തിൽ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും ഭാവി കേരളത്തിൻ്റെ ഈ മുന്നേറ്റത്തിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ നീല സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കറിയാം, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ഒരു ചർച്ച നമ്മൾ നടത്തി. 19 രാജ്യങ്ങളുടെ അംബാസഡർമാരും പ്രതിനിധികളുമാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്ന് വന്ന നിക്ഷേപകർ 7,300 കോടി രൂപയുടെ നിക്ഷേപം അവിടെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച പ്രൊജക്റ്റുകളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി ഉള്ള ചർച്ചകളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പം നീല സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി എന്തെല്ലാം സാധ്യതകളാണ് ഭാവി കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ആ സാധ്യതകളെ മുഴുവൻ ഉപയോഗിക്കുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ്
ഫിഷറീസ് വകുപ്പ് ആ കോൺക്ലേവിൽ സമർപ്പിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും രാജ്യങ്ങൾ, ആകെ നടന്നത് 4 രാജ്യങ്ങൾ പങ്കെടുത്ത് ഗുജറാത്തിലാണ് ഒരു കോൺക്ലേവ് നടന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 19 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഏതാണ്ട് 2 ദിവസക്കാലം നീണ്ടുനിന്ന 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ സമയബന്ധിതമായി തയ്യാറാക്കി അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഈ നീല സമ്പദ് വ്യവസ്ഥയുടെ സാധ്യതകളെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് സംസ്ഥാന ഗവൺമെൻറ് ഫിഷറീസ് വകുപ്പ് നടത്തുന്നത്. എന്ന് വെച്ചാൽ പരമ്പരാഗത രീതിയിൽ നിന്നും മാറി സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. 600 കിലോമീറ്റർ കടലോരം, കായൽ, നദികൾ, ജലസ്രോതസ്സുകളുള്ള 60% സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതകളെയും പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 2031 വിഷൻ ഇന്നലെ ആലപ്പുഴയിൽ നടന്ന സെമിനാറിൽ എല്ലാ മേഖലയെപ്പറ്റി വിശദമായ ചർച്ചകൾ നടന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അടുത്ത 5 വർഷക്കാലം കേരളത്തിൽ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊരു രൂപമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. ഈ നീലസമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി കടലിനെ, അതിൻ്റെ സാധ്യതകളെ അല്ലെങ്കിൽ ജലാശയങ്ങളുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഇവിടെ ഇപ്പോൾ പ്രൊഫസർ എ ബിജുകുമാർ, രജിസ്ട്രാർ പ്രൊഫസർ കെ ദിനേശ്, ഓർഗനൈസിംഗ് സെക്രട്ടറി CB 2026 സെക്രട്ടറി പ്രൊഫസർ രാധിക രാജശ്രീ എന്നിവർ കൂടി പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഇന്നിപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും ലഭിക്കാത്ത അംഗീകാരങ്ങൾ ഇന്ത്യ രാജ്യത്ത് പല ഗവേഷണ കാര്യത്തിന് നമുക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയെ വിപുലീകരിക്കുക എന്നത് നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട്. 2031 വിഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റി അന്താരാഷ്ട്ര നിലവാരത്തിൽ, ഇന്ത്യയിലല്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയായി ഉയർത്തുക എന്നതാണ്. അതിൻ്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയനുമായി നടന്ന ചർച്ചയിൽ വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾക്ക് ഇവിടെ വന്ന് പഠിക്കാനും ഇവിടെയുള്ള കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിലെ ഫിഷറീസ് സർവകലാശാലയിൽ പഠിക്കാനും ആശയവിനിമയം നടത്താനും കഴിയുന്ന ചില ചർച്ചകൾ ഞങ്ങളിപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് കുട്ടികൾ നോർവേയിൽ, കുറച്ച് കുട്ടികൾ ഈ വർഷം നമ്മൾ നോർവേയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ആശയവിനിമയം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, നമ്മുടെ രാജ്യം ഒരുപാട് പുരോഗമിച്ചു. കേരളം 75ാമത് വർഷത്തേക്ക് 2039 എത്തുമ്പോൾ ലോകത്ത് ഫിഷറി സെക്ടർ വന്ന ശാസ്ത്ര സാങ്കേതിക ഉയർച്ച അല്ലെങ്കിൽ ഉന്നമനങ്ങൾ എത്ര കണ്ട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഫിഷറി സെക്ടറിൽ പ്രയോജനപ്പെടുത്തി എന്നതിനെ പറ്റിയുള്ള റിവ്യൂ നമ്മൾ നടത്തുക. ആ റിവ്യൂ വളരെ പ്രധാനമാണ്. കാരണം ലോകം മാറി, ഫിഷിംഗ് രീതികളിൽ മാറ്റം വന്നു, സെക്ടറിൽ മാറ്റം വന്നു. ഇത്രയും വലിയ സാധ്യതകൾ പല രാജ്യങ്ങളും നന്നായി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി എന്നതിനെ പറ്റിയുള്ള ഒരു നല്ല റിവ്യൂ, ഒരു നല്ല പഠനം യൂണിവേഴ്സിറ്റി ഉപയോഗപ്പെടുത്തി നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി വേമ്പനാട് കായലിനെ സംബന്ധിച്ചൊരു പഠനം നടത്തിയിരുന്നു. കേരള ഗവൺമെൻറ് അതിപ്പോൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. വേമ്പനാട് കായലിൻ്റെ മത്സ്യസമ്പത്തിൻ്റെ കുറവും അവിടുത്തെ മാലിന്യ നിക്ഷേപവും സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി അടുത്ത പഠന റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾ സമർപ്പിച്ചു. ഇപ്പോൾ ഒരു പദ്ധതി ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കുക, പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വേമ്പനാട് കായലിനെ നവീകരിക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആലപ്പുഴ എത്തിയപ്പോൾ കൂടുതൽ വിശദമായ പരിശോധനകളും ചർച്ചകളും നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി, ഗവൺമെൻറ് അനുവാദത്തോടുകൂടി ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ സമുദ്രം മാത്രമല്ല, നമ്മുടെ കായലുകളും നമ്മുടെ നദികളെ എല്ലാം പരിപോഷിപ്പിക്കുന്ന തരത്തിൽ യൂണിവേഴ്സിറ്റി ഒരു വലിയ ഗവേഷണ കേന്ദ്രമായി വളർന്നിരിക്കുകയാണ്. അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് കുഫോസിനെ വളർത്താനാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. ഈ 31 വിഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ആഗോളതലത്തിലെ ചലഞ്ചസ് അത് ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിനെ പ്രാപ്തിയുള്ളതാണ്.
കേരള സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം കവി KG ശങ്കരപ്പിള്ളയ്ക്കാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. കവിതാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് KG ശങ്കരപ്പിള്ളയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്.